ഇന്നൊരു ചൊവ്വാഴ്ച ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ നമ്മൾ ഓട്ടത്തിന് ഇറങ്ങുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടി, ഹോണ്ട സിറ്റി. ഫസ്റ്റ് ഓട്ടം തന്നെ കിട്ടിയത് തൊട്ടടുത്തുള്ള മുഷേരിഫ് ഡൗൺ ടൗണിലേക്കായിരുന്നു. പാർക്കിംഗ് തിരഞ്ഞിട്ടുള്ള അലച്ചില്ലാണ്. പാർക്കിംഗ് ഇവിടെ ഒരുപാട് പാർക്കിംഗ് ഉണ്ടെങ്കിലും പക്ഷെ ഇതിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടാണ്, നല്ല വെയിലടിക്കുന്നുണ്ട്. ഖത്തറിൽ ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഓവനിൽ വെച്ച പോലെയാണ്, അത്രയ്ക്ക് നല്ല ചൂടുണ്ട്. മുഷേരിഫിൽ നമുക്ക് നേരെ ഓട്ടം കിട്ടിയത് റമദാ സിഗ്നലിനടുത്തുള്ള പുതിയ ബിൽഡിങ്ങിലേക്കാണ്. അവിടെ ആളിറക്കി റിട്ടേൺ പോകാൻ നിൽക്കുമ്പോഴാണ് ആ ബിൽഡിങ്ങിൽ തന്നെ അതേ ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് ഓട്ടം കിട്ടുന്നു. അവിടെ കസ്റ്റമറിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ താഴെ കുറേ കഫേകളൊക്കെ ഉണ്ട്, അതിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള ചെയറൊക്കെയാണ് പുറത്തിട്ടിട്ടുള്ളത്. നമുക്ക് അവിടുന്ന് നേരെ ഓട്ടം കിട്ടിയത് ഫിലിപ്പീൻ എംബസി ലക്താഫിയ. അവിടെ ചെറിയൊരു പാർക്കിംഗ് കിട്ടി, തണലൊക്കെ ഉള്ള പാർക്കിംഗ് കിട്ടിയപ്പോൾ അതിലെടുത്തിട്ടുണ്ട്. അവിടുന്ന് നേരെ ഓട്ടം കിട്ടിയത് ഉംസലാൽ അലി. ഉംസലാൽ അലി ദോഹ പോലെയല്ല, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്ര ഡെവലപ്ഡ് ആവാത്തൊരു ഖത്തറിൻ്റെ ഒരു പ്രദേശമാണ് ഉംസലാൽ അലി. വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല, ഒരു മരുഭൂമി സെറ്റപ്പ്. ഇതാണ് ഉംസലാൽ അലി ടൗൺ. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഉംസലാൽ അലിയിൽ പാർക്കിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ പള്ളിയുടെ അടുത്ത് ചെറിയൊരു മരച്ചുവട്ടിൽ നല്ല തണലുള്ളൊരു വണ്ടി സൈഡാക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടി. അപ്പോൾ എൻ്റെ കൂടെ തന്നെ വേറൊരു ഊബർ ഡ്രൈവറും കൂടെ ആ സൈഡിലായിട്ടുണ്ട്, പിന്നെ ഒരു കീറ്റ ഡ്രൈവറുണ്ട്. അവിടെ നിന്ന് നേരെ ഓട്ടം കിട്ടിയത് ഏതോ ഉംസലാൽ അലിയിൽ, ഇത് ഏതാ സ്ഥലം എന്ന് എനിക്ക് പോലും അറിയില്ല, ആദ്യമായിട്ടാണ് അവിടെ എത്തുന്നത്. നേരെ സൂക്ക് വാക്കിഫിൽക്ക്, ദോഹയിലുള്ള സൂക്ക് വാക്കിഫ്. അവിടെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒട്ടക സവാരിയൊക്കെ കാണും നിങ്ങൾക്ക്. ഒട്ടക സവാരിയോ. അടുത്തോട്ടം വന്നത് റാസല്ലബൂദിൽക്കാണ്. റാസല്ലബൂദിൽ പൈലറ്റ് മാർട്ട് അക്കോമഡേഷൻ ഉണ്ട്. അവിടെ നിന്ന് ആളെടുത്ത് നേരെ ഡീറിംഗ് ലുലു. ഇതാണ് ഖത്തറിലെ ഏറ്റവും വലിയ ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റ്. 10-25 കൊല്ലം മുമ്പ് യൂസുഫ് അലി ഖത്തർ സന്ദർശിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവായിരുന്നു ഖത്തറിൽ വലിയൊരു മാൾ ഉണ്ടാക്കുക എന്നുള്ളത്. പലരും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തെങ്കിലും അദ്ദേഹം ഖത്തറിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ആരംഭിച്ച ആദ്യത്തെ മാളാണ് ഡീറിങ്ങിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇന്ന് ഖത്തർ ഒരുപാട് ഡെവലപ്ഡായി, പോപ്പുലേഷൻ കൂടി, ഖത്തർ വലിയ രാജ്യമായി. ഇന്ന് അതിലും വലിയ എത്രയോ മാളുകൾ ഖത്തറിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അവിടുന്ന് നേരെ ഓൾഡ് എയർപോർട്ടിലെ ഫാമിലി ഫുഡ് സെൻറ്ററിന് അടുത്തുള്ള മക്ഡൊണാൾഡിൽ ആളിറക്കി. ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ ഓട്ടം. ഊബർ മാത്രം നമുക്ക് 229 റിയാൽ തന്നിട്ടുണ്ട്, മോശമില്ല.